ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ കേരളമേം ഹിന്ദി സാഹിത്യ അതിൽ വരുന്ന ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായരിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യമാണ് ഹിമാലയ് ഗർജ് രഹാ ഹെ. അതുപോലെ തന്നെ MP अपन की कविताओं को गौरीशंकर नाम से हिंदी में अनुवाद किया. വിഷാദ ശങ്ക കാവ്യസംഗ്രഹ അത് 1998 പ്രകാശനം ചെയ്തത്. അടുത്തത് ലോകതന്ത്രിനെ അപ്പന ചെണ്ട ഫെഹരായ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ്. ഉൻകെ കുച്ച് പങ്ക്തിയാം ഇസ് പ്രകാർ കി ഹെ. മാ രഹന തുജെ ചിർ യൗവന, तू प्रकृति की दिव्य कल्पना, तू वासुदेव की, क्रिस्तुदेव की, शंकर की, लिंगन की, विवेकानंदन की, देखो यहाँ यौवना बना के. पुरुष पुराण माँ के सबूत 20वीं सदी का मानुष आदि में महापुरुषों जैसे गांधी जी, विवेकानंद, रामकृष्ण, गौतम बुद्ध आदि के ആദർശനിഷ്ഠ വ്യക്തിത്വ की महिमा का गायन है. അപ്പോൾ ഈ ഒരു കവിതയിൽ അല്ലെങ്കിൽ കവിതകളിൽ പറയുന്നത് ഗാന്ധിജി, വിവേകാനന്ദൻ, ഗൗതമ ബുദ്ധ തുടങ്ങിയ മഹാപുരുഷന്മാരുടെ വ്യക്തിത്വത്തിൻ്റെ മഹിമയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്തത് അദ്ദേഹത്തിൻ്റെ കവിതകളാണ്. തും ഭഗവാൻ ഹോ രാകേഷ് ശർമ്മ, രാമരാജ്, ആജ് വഹ മാലിക് ഹെ, ഹിന്ദി കെ പ്രതി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ് ത്രിവേണി, ബദല, യുഗസംഗം, ദേവയാനി, സേവാശ്രം, കുരുക്ഷേത്ര, ജാഗത ഹെ. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഉപന്യാസമാണ് സീതമ്മ. इसका हिंदी अनुवाद श्री कविയൂർ ശിവറാം അയ്യർ ने किया है. അതായത് അദ്ദേഹത്തിൻ്റെ കഹാനിയാണ് ഹാർ കി ജീത്ത്, പ്രൊഫസർ ഓർ റസോയ്യ. ഇതൊക്കെ ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ കഹാനി സംഗ്രഹങ്ങളാണ്. हार की जीत कहानी में 8 कहानियाँ हैं और प्रोफेसर और रसोइया इस कहानी में 11 कहानियाँ होती है. അടുത്തത് അദ്ദേഹത്തിൻ്റെ നിബന്ധമാണ് സീമാലങ്കൻ, പ്രേം അപ്പനി കഹാനി കഹത്താ ഹെ. അപ്പോൾ ഈ സീമാലങ്കൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിബന്ധമാണ്. അതുപോലെ തന്നെ മഹർഷി ശ്രീ വിദ്യാധരാജ് തീർത്ഥപാദ അദ്ദേഹത്തിൻ്റെ ജീവനിയാണ്. ഗ്രന്ഥാലോകം പത്രിക സമ്പാദൻ ബി കിയാ ഹെ. അപ്പോൾ ചന്ദ്രശേഖരൻ നായരിനെ കുറിച്ച് പല ക്വസ്റ്റ്യൻസും പല എക്സാമിനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ലഘുനാടകങ്ങളാണ് ത്രിവേണി, ബദല, കുരുക്ഷേത്ര, ജാഗ്ത ഹെ. അതുപോലെ യുഗസംഗം 1964 ലഘുനാടകമാണ്. സേവാശ്രം 1968, ദേവയാനി 1970 ഇത് പൂർണ്ണ നാടകങ്ങളാണ്. അതുപോലെ തന്നെ കുരുക്ഷേത്ര ജാഗ്ത ഹെ യഹ് കേരള का पहला मौलिक नाटक है ചോദിക്കാറുണ്ട്. യഹ് ബാദ് में സേവാശ്രം नाम से एक पूर्ण नाटक बनाया. അതായത് ത്രിവേണി പ്രതീകാത്മക നാടകമാണ്. അതുപോലെ തന്നെ ബദല समाज में नारी जीवन की समस्या को मुकर करता है. അടുത്ത യുഗസംഗം പൗരാണിक और आधुनिक युग की कथा और पात्रों की संगम है. അടുത്ത ദേവയാനി പ്രതിനിധി നാട്യകൃതിയാണ്. അടുത്തത് ധർമ്മ और अधर्म 3 ലഘു നാടക സംഗ്രഹമാണ്. അടുത്തത് അദ്ദേഹത്തിൻ്റെ കഹാനികൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കഹാനി സംഗ്രഹങ്ങൾ. പ്രൊഫസർ ഓർ റസോയ്യ 1974 ഹാർ കി ജീത്ത് 1964 വരുന്നത്. ഇത് പ്രമുഖ കഹാനി സംഗ്രഹങ്ങളാണ്. ഇനി ഇതിൽ വരുന്ന ഉത്കൃഷ്ട കഹാനിയമാണ് ഏതൊക്കെ? അതായത് ഹാർ കി ജീത്തിൽ ബാപ് കാ ബേട്ട, ഹാർ കി ജീത്ത്, ബവോദി അമ്മ, കാട്ട് കേസ് കഫൻ, ശമാർ കി ബേട്ടി, അജന്ത കാ കലാകാർ, കാൻഹ് ഗായബ് ഹോ ഗയ ഓർ ബാപ്പു കാ സംഗീത്. അപ്പോൾ ഈ ഇത്രയും ഒരു ഏരിയയിൽ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായറിൻ്റെ അവരുടെ ഒരു അവരെഴുതിയിരിക്കുന്ന കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആണെങ്കിൽ വളരെ പ്രസിദ്ധവുമാണ്, പ്രമുഖവുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളാണെങ്കിലും നാടകമാണെങ്കിലും ഉപന്യാസമാണെങ്കിലും കഹാനിയാണെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ പഠിച്ചു വെക്കുക. വിധങ്ങൾ അങ്ങോട്ടും മാറിപ്പോവരുത്. കഹാനി ഇന്നതാണെന്നും ഉപന്യാസം ഇന്നതാണെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ധന്യവാദ്.